മരുന്ന് കൊടുത്ത് ബോധം കെടുത്തി ഏതോ മൈരന്മാർ അവനോട് ചെയ്താൽ ഒരു തെറ്റ് നിനക്ക് കാണാൻ പറ്റുന്നില്ല. നീ എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായതാണോടാ. ഇനി എന്നെ കാണാനെന്ന് പറഞ്ഞ തുരുത്തിലേക്ക് കാല് വെച്ചേക്കരുത്. ഞാൻ കൊണ്ടുവിടാം. വന്നത് തനിച്ചാണെങ്കിൽ കല്യാണിക്ക് പോകാനും അറിയാം. അമ്മേ, ഇവിടെ കൂടെ. ഹലോ. ആ ഹലോ, നീ എവിടെയാ? ഫോൺ എൻ്റെ ഇല്ല. അവളെ ഓപ്പറേഷൻ കയറ്റി. ആ അത് നന്നായി. ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട. വേണ്ടേ? അതെങ്ങനെ ശരിയാവും? ആ അതങ്ങനെയാ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെന്നാ മതി. ഓക്കെ. ശ്രീതേ, ഫ്രീ ആയിട്ടൊരു ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞ കേട്ടു. ആരാ പറഞ്ഞേ? കെവിനാണോ? ഞാൻ പറഞ്ഞ എന്താടാ അവൾ ഉണ്ടാക്കാൻ പോയതാണോ? അവൾ ഉണ്ടാക്കാൻ പോയതാണോ? കൂടെ നടന്ന് ചതിക്കുവായിരുന്നാടാ പാട്ടി. ഹലോ. അജ്മലെ, രാവിലെ തന്നെ ഭയങ്കര പഠിത്തമാണല്ലോ. നെക്സ്റ്റ് വീക്ക് ഒരു ബാങ്ക് എക്സാം ഉണ്ട്. ചേച്ചി എന്ത്? വേണ്ട, അവിടെ ഉണ്ട്. അജ്മലെ, ചേച്ചി 3-4 തവണ നാട്ടിൽ വന്നിട്ടും വീട്ടിലേക്ക് വന്നില്ലല്ലോ. ചേച്ചിക്ക് ഉപ്പയോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? ഉപ്പ അറിഞ്ഞുകൊണ്ട് തെറ്റിന്റെ വഴി പോയിട്ടില്ല ചേച്ചി. ഉപ്പയുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടിയായിരുന്നു. വടക്ക് നിന്നൊരു ഗ്യാങ് ഉസ്മാനിക്കയുടെ മകനെ തീർക്കാൻ ഇറങ്ങിയപ്പോ രക്ഷിക്കാൻ ഇറങ്ങിയത് എന്റെ ഉപ്പ. പിന്നെ ഊരി വരാൻ കഴിഞ്ഞില്ല. വെട്ടിന്റെയും കുത്തിന്റെയും വഴിയിലേക്ക് വീണുപോയത് എന്റെ ഉപ്പ. എല്ലാവരുടെയും മാസ്റ്റർ എന്റെ ഉപ്പ. ആക്സിഡന്റിൽ മരിച്ചുപോയതല്ല ചേച്ചി, കൊന്നതാ. ചേച്ചി പേടിച്ചത് അറം പറ്റി, താങ്ങാൻ പറ്റിയില്ല ചേച്ചി. കണക്ക് തീർക്കണമെന്നുണ്ടായിരുന്നു, ഉമ്മ വിട്ടില്ല. എന്റെ ഉപ്പ പാവമായിരുന്നു ചേച്ചി. ഉപ്പയ്ക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമായിരുന്നു. ഇത് ചേച്ചിക്ക് തിരിച്ചു തരണമെന്ന് ഉപ്പ എപ്പോഴും പറയുമായിരുന്നു. ചേച്ചി ഇത് മേടിക്കണം, ഉപ്പയ്ക്ക് സന്തോഷമാവും. പ്ലീസ് ചേച്ചി. ഉമ്മ പറഞ്ഞതാ ശരി. നീ ചെറുപ്പമാ,
തെറ്റിക്കാൻ ആളുകൾ അവസരങ്ങൾ എവിടെ ഉണ്ടാവും. നീ ശ്രദ്ധിക്കണം. ചേച്ചി എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വരണം. ഉമ്മയ്ക്ക് കാണണമെന്നുണ്ട്. പോട്ടെ. ചേച്ചി സുഹിത്തെണ്ണം കുറേ വിളിച്ചു, ഞാൻ കട്ട് ചെയ്തു. ഇപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കുറേ കോളുകൾ വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആ ചേട്ടാ, സിസ്റ്ററെ, ആള് കൊച്ചിയിലുണ്ട്. എപ്പോ വരും? നാളെ.